വാഹന പരിശോധന യന്ത്രവൽകൃത സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വിജയശതമാനത്തിൽ ആശങ്കയുണ്ടാകും. നിലവിൽ 60% വാഹനങ്ങളും ഇത്തരത്തിൽ വരികയാണെങ്കിൽ അത് പരാജയപ്പെടാനാണ് സാധ്യതയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ നേരിട്ടായിരുന്നു വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നത്. എന്നാൽ യന്ത്രവൽകൃത സംവിധാനത്തിലേക്ക് മാറുമ്പോൾ വാഹനത്തിന്റെ സസ്പെൻഷൻ, ബ്രേക്ക്, സ്റ്റിയറിംഗ്, ലൈറ്റുകൾ തുടങ്ങി സർവ്വഘടകങ്ങളും കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിലേക്ക് വിലയിരുത്തപ്പെടും. നല്ല രീതിയിൽ പരിപാലിക്കുന്ന വാഹനം മാത്രമേ ടെസ്റ്റ് പാസ്സാവുകയും ചെയ്യുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകളിലേക്ക് സംസ്ഥാനവും നീങ്ങുന്നത്. ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ തുടങ്ങാത്ത സംസ്ഥാനങ്ങളിൽ ഫിറ്റ്നസ് ഫീസ് സ്വീകരിക്കുന്നത് കേന്ദ്ര സർക്കാർ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും 2 വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ വീതമാണ് വരുന്നത്. ആദ്യത്തേത് കൊല്ലം പൂയപ്പള്ളിയിൽ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സംവിധാനത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ടെസ്റ്റ് പാസ്സാവുമ്പോൾ തന്നെ സിസ്റ്റം സർട്ടിഫിക്കറ്റ് നൽകുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്നുള്ളതാണ് ഗതാഗത വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പരിശോധനാ ഫലം തത്സമയം വാഹൻ സോഫ്റ്റ്വെയറിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ചിങ്ങം 1-ന് ഗതാഗത വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തീരുമാനം കൂടി വരുന്നു എന്നുള്ളതാണ്. വാഹന പരിശോധന ഇനി മുതൽ ഓട്ടോമേറ്റഡ് സംവിധാനത്തിലേക്ക് നീങ്ങുന്നു. പത്മകുമാറിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.